ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാസ് ഫുഡ് കോർട്ട്. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്താൻ പറ്റിയത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും 1000 താങ്ക്സ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന് എനേബിൾ ചെയ്യണം പ്ലീസ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി 6 മുട്ട, 8 ടേബിൾ സ്പൂൺ പാല്, 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 12 ടേബിൾ സ്പൂൺ ഷുഗർ, 1.5 കപ്പ് മൈദ, വാനില എസൻസ് കൂടി ആവശ്യമുണ്ട്. നമുക്ക് 2 വലിയ ബൗൾ എടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞക്കുരും ഓരോ ബൗളിൽ സെപ്പറേറ്റ് ആക്കി വെക്കാം. ഈ മഞ്ഞയിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ഇട്ട് വീണ്ടും അത് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ വിസ്ക് വെച്ച് തന്നെ ആദ്യം നല്ലോണം ബീറ്റ് ചെയ്യാം. ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇതുപോലെ ചെയ്യണം. ഓയിൽ ചേർത്തും നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ അവസാനം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മൈദ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മെല്ലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ കുറച്ച് തിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ടോട്ടൽ 8 ടേബിൾ സ്പൂണ് പാല് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ ബാറ്റർ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റർ ഉപയോഗിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ മുട്ടയുടെ വെള്ളം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചായി ഇതിൽ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ ഇതുപോലെ മിക്സ് ചെയ്യണം.
നമുക്ക് ഇതുപോലെ നല്ല മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഇതിലോട്ട് ഒഴിച്ച് നമുക്കിത് ഇതുപോലെ മെല്ലെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി ഇത് വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഈ പോട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ കുത്തി നോക്കാം. ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പറൊക്കെ നമുക്ക് അടർത്തി മാറ്റാം. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട് അടിഭാഗമൊക്കെ. ഇത് ഞാൻ 3 ലെയറായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ക്രീം റെഡിയാക്കി എടുക്കണം. 2 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് 36 ഗ്രാമാണ്. അതുപോലത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലോണം ചെയ്തെടുക്കണം. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ ചെയ്താൽ താഴോട്ട് വീഴില്ല. നമുക്കൊരു കേക്ക് ബോർഡ് എടുത്ത് ഇതിൻ്റെ മേലെ കുറച്ച് ക്രീം ഇതുപോലെ ഡ്രോപ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്ലൈസ് വെച്ച് ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ഭാഗത്തും ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ക്രീം ഇട്ട് കൊടുക്കാം. ഒരു പൈപ്പിങ്ങിൽ ഇതുപോലെ നമുക്ക് ക്രീം ഇട്ട് കൊടുത്ത് ഒരു നൈഫ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ അടുത്ത സ്ലൈസ് വെച്ച് നേരത്തെ പോലെ തന്നെ മേലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ക്രീം ചേർത്ത് മുഴുവനും ഭാഗത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്ലൈസ് കൂടി നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാം. ഇതുപോലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനും ഭാഗത്തും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നമുക്കിത് സെറ്റാക്കി എടുക്കാം. സൈഡിലും അതേപോലെ തന്നെ സൈഡിലൊക്കെ തേച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇത് നമുക്ക് ഒരു 5 മണിക്കൂർ നേരം ഫ്രിഡ്ജിനകത്ത് വെക്കണം. അതിനുശേഷം ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐസിങ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 1-2 മണിക്കൂർ നേരം നമ്മൾക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. ഈ കേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. Thank you for watching. Please like, share and subscribe. Thank you.